ചോദിച്ചത്. ഓനും ഞാനും കാരികുജ ഈ കാരികുജത്തിലെ വണ്ടിയേറ്റാണ് ഓനോട് ചോദിച്ചു നോക്കണ്ടി. ഓൻ ആദ്യം കറുത്തിട്ടാണ്, മറ്റോനും കറുത്തിട്ടാണ്. ഇതെല്ലാം കൂടി കയറ്റിയിട്ട് ആകെ ചളി വിളി എല്ലാം കൂടി ഇത് ഓലായിക്കണം. മേലെ ചൊവ്വ കണ്ണൂർ അവിടുന്ന് കയ്യാട്ടി കുടിച്ചു. അപ്പോൾ ഇതിൻ്റെ ആളാരാന്ന് വെച്ചപ്പോൾ എന്നെ വിളിപ്പിച്ച് എന്താ സാറേ ചോദിച്ചു. അപ്പോൾ ഇതിൻ്റെ കോലം മറ്റിച്ചെടുക്ക് തന്നെയാണ്. എന്താ സാറേ ചോദിച്ചു. എന്തോടെ ഇത് പഴയത് ഇതിന് ഇല്ലും സാറേ, ഇത് ഞങ്ങൾ ഞങ്ങളുടെ രാജ്യം മലപ്പുറമാണ്. ഞങ്ങൾ അപ്പോൾ കച്ചവടം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇത് ഇങ്ങനെ ഞങ്ങൾ ഒരാൾ നടന്നുകൊണ്ട് കൂട്ടിയിട്ട് തൊഴിലിട്ടല്ലേ. അപ്പോൾ ഇത് കേട്ടാൽ കുട്ടിയൊക്കെ സുഖമില്ലാതെ നാട്ടിൽ നിന്ന് കത്ത് വന്നപ്പോൾ ഇത് കണ്ണൂർ വിൽക്കാണ്ട് നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പിന്നെ വണ്ടി വിളിച്ചുകൊണ്ട് പോകുന്നതാ സാർ. എത്ര ഉണ്ടാ പീസയിൽ? ഒന്നുമില്ല സാറേ, വണ്ടിക്കൂലി കൊടുക്കണേ ഇത് വിറ്റിട്ടാണ്. പോയിടാ ഞാൻ പൊയ്ക്കോളി, ഇനി ഇതൊന്നും ചെയ്യരുത്, ഇല്ല അതൊന്നും വേണ്ടട്ടാ. ആയിക്കോട്ടെ വെച്ചില്ലേ. ഒരു ലോഡ് സാധനം ആ ലോഡ് വിറ്റതാണ് കരിയങ്കലിൻ്റെ കട. ആ ഇരുമ്പ് കൂട്ടിച്ച് വിറ്റതാണ് കരിയങ്കലിൻ്റെ കട. അത്രയ്ക്ക് പൈസ ഉണ്ടാക്കുന്നത് പഴകുന്നത്. പിന്നെ ആരും തൊട്ട് നോക്കിയിട്ടില്ല. എന്ത് പെടുന്നത്? ഇവിടെ ആരടിയിലെ വെട്ടിയാണ്. ഞാൻ ഒരാളടിയിലും പെടലില്ല. ആരടിയിലെ പെടാത്ത ഒരാളടിയിലും പെടലില്ല. നിങ്ങൾ പൊട്ടന്മാര്, ഞാൻ പറഞ്ഞൊക്കെ നിങ്ങൾ കേട്ടിട്ട് നിങ്ങളൊരു പൊട്ടന്മാര്. നിങ്ങൾ വിവരമില്ലാത്ത ആൾക്കാർ. നല്ല വീരമുള്ള ആളാ. പക്ഷെ 1ാം ക്ലാസ് ആണെങ്കിൽ ഒരു MBBS ബുദ്ധിണ്ടടാ. 1ാം ക്ലാസ് കൊണ്ട് ചേർത്തിയപ്പോ ഇയാളെ 1ാം ക്ലാസ്സിലല്ല 5ാം ക്ലാസ്സിലാ ചേർത്തത്. ബഹിരാകാശത്തേക്ക് പോകാൻ വേണ്ടി ഇപ്പൊ എന്നോട് ചോദിച്ചു കാക്ക പോയിരുന്നു. ആ ഞാൻ ബുദ്ധിമുട്ടാവുള്ളൂ. കാരണം എപ്പോഴും 2 മണിക്കൂർ മുമ്പ് പാത്രണ്ടതാണ്. ഒന്ന് പാത്തിൽ കീപ്പിട്ടായപ്പോ വിരാവിന്റെ അടിയിൽ അല്ലെ മറ്റവന്റെ അടിയിൽ ഇതല്ലേ. ബഹിരാകാശത്തേക്ക് പോകുമ്പോ 2 ഇഞ്ച് പാത്താ മുട്ടൂലേ? ഈ പാത്താ മുട്ടുമ്പോ ഞാൻ അവിടുന്ന് പാത്ത അന്റെ തലീക്കല്ലേ വീഴുക. മനുഷ്യന്റെ അടി വാനക്കേടല്ലേ, കാക്ക പാത്തിന്ന്. കാക്ക പാത്തിന്ന് അതുകൊണ്ടൊക്കെയാ പോവാ.